മുങ്ങിത്താഴുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും നമ്മൾ മുന്നിലൂടെ സമീപിക്കരുത്. എപ്പോഴും അവരുടെ ബാക്കിലൂടെ മാത്രമേ നമ്മൾ സമീപിക്കാവൂ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഞാൻ തലശ്ശേരി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ. കഴിഞ്ഞ കുറെ കാലങ്ങളായി കടലിലും കായലിലും കുളത്തിലുമൊക്കെ നിരവധി ആൾക്കാർ മുങ്ങി മരണപ്പെടുകയും അതോടൊപ്പം തന്നെ അവരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തുന്ന ആൾക്കാർക്കും അപകടം ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ആരാണോ രക്ഷപ്പെടുത്തുന്ന അയാളുടെ ആ സമീപമുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചു കൂട്ടുക. അതിനുശേഷം നമ്മൾ കഴിയുന്നത്രയും ഈ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ പ്രദേശത്ത് തന്നെയുള്ള എന്തെങ്കിലും ഓലയോ അല്ലെങ്കിൽ കമ്പുകളോ അതുമല്ലെങ്കിൽ കയർ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. നമ്മൾ ഒരിക്കലും മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നേരിട്ട് അവരുടെ മുമ്പിലേക്ക് ചെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അയാൾ എപ്പോഴും ശ്രമിക്കുന്നത് ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടിയായിരിക്കും അയാൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളെയും കൂടെ രക്ഷാപ്രവർത്തനം എത്തുന്ന ആളുകളെ കൂടെ പിടിച്ച് താക്കുന്ന രീതിയാണ് മിക്കപ്പോഴും ചെയ്യുന്നത്. അത് രക്ഷാപ്രവർത്തനം കൂടി അപകടം ഉണ്ടാക്കി വെക്കും. നമ്മളെപ്പോഴും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളുടെ ബാക്ക് സൈഡിൽ കൂടെ മാത്രമേ അയാളെ സമീപിക്കാവുള്ളൂ. അയാളെ സമീപിച്ചു കഴിഞ്ഞാൽ മാക്സിമം അയാളെ പാനിക്കില്ല, അയാളെ പരിഭ്രമം ഇല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി അതിനുശേഷം നമ്മുടെ രണ്ട് കൈകളും അയാളുടെ രണ്ട് കൈകളുടെ ബാക്കിലൂടെ ചെസ്റ്റിലൂടെ പിടിച്ച് ബാക്കിലോട്ട് നീന്തി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആളെ ബാക്കിലൂടെ സമീപിച്ചതിന് ശേഷം ബാക്കിലൂടെ തന്നെ അയാളുടെ ചിന്നിൽ പിടിച്ച് നമ്മുടെ ബാക്കിലൂടെ നീന്തി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ മുടിയിൽ പിടിച്ച് ബാക്കിലൂടെ വലിച്ച് നീന്തി അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ രീതി. നമ്മൾ അവരെ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് അവർക്ക് പ്രഥമ ശുശ്രൂഷ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതാണ്.